വാക്സിന് അനുമതി നൽകിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ബവേറിയൻ നോർഡിക് കമ്പനി പുറത്തിറക്കിയ വാക്സിനാണ് അനുമതി നൽകിയത്. അതേസമയം എംപോക്സ് രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ അംഗീകൃത വാക്സിനാണിത്. അതേസമയം 18 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിലാണ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ആഫ്രിക്കയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എംപോക്സ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് വാക്സിന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയത്. എംപോക്സ് രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ അംഗീകൃത വാക്സിനാണിതെന്നും ഇത് പ്രധാന ചുവടുവെപ്പാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലായ ഫ്രെഡോസ് അഥനോം ഗെബ്രിയേസുസ് പറഞ്ഞു. ആഫ്രിക്കയിൽ നിലവിലുള്ള രോഗവ്യാപന പശ്ചാത്തലത്തിലും ഭാവിയിലും എംപോക്സ് പ്രതിരോധത്തിന് വാക്സിൻ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഭാവിയിൽ രോഗവ്യാപനം അനിയന്ത്രിതമായാൽ 18 വയസ്സിന് താഴെയുള്ളവരിലും വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകും. 2022 മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എംപോക്സ് വ്യാപനം ഉണ്ട് എങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി തീവ്ര വ്യാപനമുണ്ട്. വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത്. അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധനവുണ്ട്. നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ.